ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ കൺസിസ്റ്റൻസി ചലഞ്ചിൻ്റെ 4-മത്തെയോ 5-മത്തെയോ വീഡിയോ ആണിത്. ഞാനിതിൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടും എന്ന് പറഞ്ഞാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് 2 ദിവസം വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല. സോറി ഫോർ ദാറ്റ്. പഠിച്ചു, പക്ഷേ വീഡിയോ എടുക്കാനും എനിക്ക് സമയം കിട്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ 2 ദിവസം കുറച്ച് ബിസി ആയിട്ടുള്ള 2 ദിവസമായിരുന്നു. ഇപ്പോൾ വീഡിയോയിൽ കണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കുറച്ച് തിരക്കിലും അതുപോലെ പാക്കിങ്ങും കാര്യങ്ങളും അതിൻ്റെ ട്രാവലും ഒക്കെ ആയിട്ട് ഒരു ദിവസം, പിന്നെ അതിൻ്റെ ടയേർഡ്നെസ്സൊക്കെ ആയിട്ടാണ് 2 ദിവസം പോയത്. പക്ഷേ 2 ദിവസം ഞാൻ പഠിക്കാതിരുന്നിട്ടില്ല, പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തു പക്ഷേ എല്ലാം വീഡിയോ ഇല്ല, കുറച്ച് കാലത്ത് പഠിച്ച കാര്യങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് കറക്റ്റായിട്ട് വീഡിയോ ഇടാം. ഇന്നിപ്പോൾ ഡേ 6 ആണ്. മോർണിംഗ് ഞാൻ ശരിക്കും 4:30 തന്നെ എഴുന്നേറ്റു. ടു ഡു ലിസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല. ഒന്നാമതേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ 4:30 എഴുന്നേൽക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ വരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ കുറച്ച് വൈകി തന്നെയാണ് എഴുന്നേൽക്കാറ്. ഞാൻ എന്നോട് തന്നെ കുറേ എക്സ്ക്യൂസുകൾ പറഞ്ഞ് എൻ്റെ പഠനം മാറ്റി വയ്ക്കാറുള്ള ദിവസങ്ങളാണ് ഞാൻ ഇവിടെ ചിലവഴിക്കാറുള്ളത്. അത് ഞാൻ റിയലൈസ് ചെയ്തത് ശരിക്കും APO എക്സാമിൻ്റെ സമയത്ത് ഞാൻ വന്നു നിന്നായിരുന്നു. അത് ഞാൻ ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്നും പഠിച്ചത്. കാരണം എക്സാം വരാനായിട്ട് ഒരാഴ്ചയോ അല്ലെങ്കിൽ 4 ദിവസമോ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് മാറ്റി വയ്ക്കാൻ വേറെ സമയമില്ല. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി ഞാൻ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്ത് ഫോളോ ചെയ്ത് വരുന്നത് ദിവസങ്ങളായിരുന്നു അത്. പെട്ടെന്നാണ് എനിക്ക് ഇവിടേക്ക് വരേണ്ട ഒരു ആവശ്യം വന്നത്. ആ ദിവസങ്ങളിലൊക്കെ ഞാൻ കറക്റ്റായിട്ട് തന്നെയാണ് പഠിച്ചത്. അന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ തന്നെയാണ് എൻ്റെ പഠനത്തെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. അന്ന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് കൂടെ ഏട്ടനുണ്ടായിരുന്നു വീട്ടിൽ. കാരണം ഏട്ടൻ്റെ കൈ ഒടിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഏട്ടനുള്ള കാരണം കൊണ്ട് കൊച്ചുങ്ങളെന്ന് പറയുമ്പോൾ ഇവിടെ 2 വാവകളുണ്ട്. അപ്പോൾ ഇവരെ നോക്കാനായിട്ട് ഇപ്പം ഞാനില്ലെങ്കിലും ചേട്ടന് കൈ ഒടിഞ്ഞതാണെങ്കിൽ പോലും ചേട്ടനടുത്തിരുന്നോളും. സോ ആ ധൈര്യത്തിൽ ഞാനിരുന്ന് പഠിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്ക് നമ്മുടെ മനസ്സാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പഠനവും അല്ലെങ്കിൽ അതുപോലെ നമ്മൾ എന്ത് കാര്യമായിക്കോട്ടെ, ദാറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ അവർ മൈൻഡ്. നമ്മൾ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ തന്നെ നമ്മളോട് പറയാം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ പറഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ചലഞ്ചിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇന്ന് ഡേ 6 ആണ്. ഞാനപ്പോൾ ഇന്ന് കാലത്ത് 4:30 എഴുന്നേറ്റു. 4:30 എഴുന്നേറ്റിട്ട് ഞാൻ പറഞ്ഞല്ലോ ടു ഡു ലിസ്റ്റൊന്നും ഞാൻ പ്രത്യേകിച്ച് ഉണ്ടാക്കിയില്ല. അപ്പോൾ എനിക്ക് IT എക്സാം ഉണ്ടായിരുന്നു. എൻ്റെ ആപ്പിൽ എനിക്ക് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സാമിന് വേണ്ടി എനിക്ക് കുറച്ചും കൂടി പോർഷൻസ് പെൻഡിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ പ്രിപ്പയർ ചെയ്തു, നോട്ടൊക്കെ എഴുതി ഉണ്ടാക്കി. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വന്നിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എവിടെയൊക്കെ വെക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു പിടുത്തമുണ്ടായില്ല. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ദെൻ ഞാൻ അതിനുശേഷം ഞാൻ പഠിക്കാനിരിക്കുന്നത് പിന്നെ 1:30-ക്കാണ്. എന്തൊക്കെ ചെയ്യണം അറിയണില്ല എന്ന് പറയുമ്പോൾ വിചാരിക്കരുത് നീ എന്താ ആദ്യമായിട്ടാണോ എൻ്റെ വീട്ടിലേക്ക് പോകണമെന്ന് വിചാരിക്കരുത്. ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. സോ ക്യാമറ എവിടെയൊക്കെ വെക്കണം എന്നാണ് എനിക്കൊരു ഐഡിയ കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കാതിരുന്നത്. അതിനുശേഷം ഞാൻ പിന്നെ 1:30-ക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായാലും 2 മണിക്കാണ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാറ് എൻ്റെ വീട്ടിൽ. 2 മണി വരെ കാത്തുനിന്നാൽ എൻ്റെ സമയം ഒരുപാട് നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ 1:30-ക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്തു. 1:30 തൊട്ട് ഞാനൊരു 3:45 വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്കയായിട്ട് ഞാനിന്ന് പഠിച്ചു. ഞാൻ ആദ്യം മാത്സ് കുറേ വർക്കൗട്ട് ചെയ്തു. മാത്സ് നമ്പേഴ്സാണ് എനിക്കിപ്പോൾ റിവിഷൻ വന്നേക്കുന്നത്. അപ്പോൾ മാത്സ് നമ്പേഴ്സ് ഞാൻ യൂട്യൂബിൽ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ്. കാരണം ഇതിപ്പോൾ റിവിഷനാണല്ലോ, ഒരു ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കാനുള്ള ടൈം നമുക്കില്ല. മൊത്തം കുറേ ക്വസ്റ്റ്യൻസ് ഒരു ടോപ്പിക് തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒരുപാട് വന്നിട്ട് അത് ഞാൻ ചെയ്ത് പോവാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ ദെൻ രാത്രി ഇപ്പോൾ വീണ്ടും എനിക്ക് IT എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. IT കുറേ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ IT ഒക്കെ കംപ്ലീറ്റ് ആക്കി എക്സാം എഴുതി കേട്ടോ. ഞാൻ എക്സാം എഴുതിയ വീഡിയോ ഒന്നുമില്ല. എക്സാമൊക്കെ എഴുതി ഞാൻ ഉച്ചയ്ക്ക് ടു ഡു ലിസ്റ്റ് എഴുതിയായിരുന്നു കേട്ടോ. പക്ഷേ ആ ടു ഡു ലിസ്റ്റിൽ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഇക്കണോമിക്സ്. അപ്പോൾ ഡേ 6-ൽ 4.25 മണിക്കൂറാണ് പഠിച്ചത്. നാളെ ഇതിൽ കൂടുതൽ നേരെ ഇരുന്ന് പഠിക്കണം. സോ ഞാൻ പറഞ്ഞത് മറക്കേണ്ട ആരും, എല്ലാം ഡിപ്പെൻഡ്സ് ഓൺ അവർ സെൽഫാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.